ഈ തെരഞ്ഞെടുപ്പ് CPIM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ്. വേണ്ടത്ര വോട്ടും MP-മാരും ഇല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി തന്നെ CPIM-ന് നഷ്ടപ്പെടും എന്നതാണ് വസ്തുത. CPI-ക്ക് നേരത്തെ തന്നെ ഈ പദവി നഷ്ടപ്പെട്ടിരുന്നു. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ഏറ്റവും ശ്രമകരമായ പോരാട്ടമാണ് CPM ഇത്തവണ നടത്തുന്നത്. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ടാകും. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഇന്നായിരിക്കും. AK ബാലന്റെ വാക്കുകൾ തമാശയായി എഴുതി തള്ളേണ്ട. CPIM-നെ സംബന്ധിച്ച് അടയാളം അടിയറവ് പറയേണ്ടി വരുമോ എന്ന ആധിയാണ്. ദേശീയ പാർട്ടി പദവി CPIM-ന് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. 1964-ൽ CPIM രൂപീകരിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതേ ചിഹ്നത്തിലാണ് CPIM മത്സരിച്ചത്. CPI ആകട്ടെ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിലും. CPIക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. കേരളം, തമിഴ്നാട്, തെലങ്കാന, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ പാർട്ടി ചിഹ്നത്തിൽ CPI സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. മറ്റിടങ്ങളിൽ സ്വതന്ത്രർക്കുള്ള ചിഹ്നത്തിലാണ് മത്സരം. ദേശീയ പാർട്ടി പദവിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം, അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MP-മാർ വേണം. വോട്ട് ശതമാനം ഉറപ്പിക്കാനാണ് കേരളത്തിൽ സ്വതന്ത്രരെയും പാർട്ടി സ്ഥാനാർത്ഥികളായി CPIM തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ 2ഉം രാജസ്ഥാനിലും ത്രിപുരയിലും ഓരോ സീറ്റും CPIM പ്രതീക്ഷിക്കുന്നുണ്ട്. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അടയാള പ്രതിസന്ധിക്ക് കാരണം പടവലങ്ങ വളർച്ചയാണ്. രാജ്യത്താകെ ഇടതു പാർട്ടികളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന കാലമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വർഗബഹുജന സംഘടനകൾ, വിശേഷിച്ചും തൊഴിലാളി സംഘടനകൾ, കർഷക സംഘടനകൾ, യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകളൊക്കെ തന്നെ ഈ പറഞ്ഞ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ശക്തികളുമാണ്, അതിൻ്റെ അനുകൂല ഘടകങ്ങളുമാണ്. ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ഇടതു പാർട്ടികൾക്ക് അവരുടേതായ ഒരു ഇടമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പക്ഷേ അതൊരു കൂട്ടായ വിലപേശലിലൂടെ ആ ഒരു ഇടം ഉറപ്പിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഇടതു പാർട്ടികൾക്ക് കൂട്ടായിട്ടുണ്ട്. 2004-ലെ തെരഞ്ഞെടുപ്പിൽ 62 MP-മാർ ഇടതു പാർട്ടികൾക്കുണ്ടായിരുന്നു. കേരളത്തിന് പുറമെ ബംഗാളിലും ത്രിപുരയിലും ഭരണവും. 2009 മുതൽ തിരിച്ചടികളുടെ കാലമായി. 16 സീറ്റുകൾ മാത്രമേ ഇടതു പാർട്ടികൾക്ക് അക്കൊല്ലം ലഭിച്ചുള്ളൂ. ബംഗാളിലും ത്രിപുരയിലും ഭരണവും പോയി. 2009-ൽ തൃണമൂൽ കോൺഗ്രസ് തരംഗത്തിലും 9 സീറ്റുകൾ നിലനിർത്തിയ ബംഗാൾ CPIM-ന് 2019-ൽ അവിടെ ഒരിടത്തും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതു പാർട്ടികളുടെ പ്രസക്തി എന്താകുമെന്നതിൽ ആർക്കും ആകാംക്ഷയില്ല. പക്ഷേ CPIM നേതാക്കൾ പ്രതിസന്ധി സമ്മതിച്ചു തരില്ല. ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ ആൾക്കാർക്കെല്ലാം ബോധ്യമായിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പല കാര്യങ്ങളിലും ശബ്ദമുയർത്തുമ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള കോൺഗ്രസ് MP-മാർ ആ രീതിയിൽ ശബ്ദമുയർത്തിയോ എന്നുള്ള കാര്യം നമ്മൾ നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളോട് ചോദിക്കാവുന്നതാണ്. ബീഹാർ ഉൾപ്പെടെ CPI-യുടെ സ്വാധീന മേഖലകളും തകർന്നു. കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 MP-മാരെ CPI-ക്കുണ്ടായിരുന്നുള്ളൂ. UDF-നൊപ്പം നിന്ന് കൊല്ലം വഴി RSP-യിലെ NK പ്രേമചന്ദ്രനും പാർലമെന്റിലെത്തി. ഫോർവേഡ് ബ്ലോക്ക് ആകട്ടെ സമ്പൂർണ്ണ പൂജ്യമായിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. പ്രജിന, ഈ വിഷയത്തിൽ ഇന്നലെ AK ബാലന്റെ പ്രസ്താവന സൂക്ഷിച്ചില്ലെങ്കിൽ ഈനാമ്പേച്ചി, നീരാളി ചിഹ്നങ്ങളിലൊക്കെ മത്സരിക്കേണ്ടി വരും എന്നത് ഒരു പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രസ്താവനയാണ് എന്ന് കോൺഗ്രസ് വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പേ CPM തോൽവി സമ്മതിച്ചതിൻ്റെ തെളിവാണ് AK ബാലൻ്റെ പ്രസ്താവന എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. ആത്മവിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ടാണ് CPM നേതാക്കൾ ചിഹ്നം സംരക്ഷിക്കാനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് അണികളോട് പറയുന്നത് എന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനത്തിന്റെ കാതൽ. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗം ഇന്നലെ എന്താണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെ ഒരു കാര്യം അതും ഒരു പൊതുവേദിയിൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുമെന്ന് ഒരുപക്ഷെ പാർട്ടി അണികൾ പോലും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ അതൊരു ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ അത് AK ബാലൻ അവതരിപ്പിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും എന്നുകൂടി ഇന്നലെ AK ബാലൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. CPM-ന് ഇത്തവണ പാർട്ടി സ്വതന്ത്രർ എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ വോട്ട് എന്നത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ CPM-ന് പരമാവധി വോട്ടുകൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ വേണം. അതുകൊണ്ടാണ് എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയും ചെയ്യുന്നത്. വിജയ്, നമ്മുടെ സ്റ്റണ്ട് ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം തന്നെ വരിവരിയായി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പേര് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഷൈനി റഷീദ്, നമ്മുടെ ആമിന S, മിനി ബാബു, മുഹമ്മദ് കുട്ടി, ഒപ്പം വിനീത് നാരായണൻകുട്ടി, ദക്ഷാബ് ദീപ്തി, ഇവരൊക്കെ നമ്മൾ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ്. നമ്മുടെ തുടരുക, കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും വഴിയെ വരുന്നുണ്ട് ഇലക്ഷൻ സ്റ്റണ്ടിൽ.